അക്ഷയ്, ഞാൻ നിന്നോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നീ കഴിഞ്ഞ ദിവസം വായിച്ചില്ലായിരുന്നോ, ധ്യാനത്തിന് പോയൊരു പെൺകുട്ടീനെ അച്ഛൻ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞോണ്ട്? അതിനെ കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളേ? ഞാൻ ഏത് ആസ്പെക്റ്റിൽ പറയണം? വിശ്വാസി എന്ന നിലയിൽ പക്ഷേ വിശ്വാസിയുടെ കണ്ണിൽ പറയണോ അതോ നിരീശ്വരവാദിയുടെ കണ്ണിൽ പറയണോ? അങ്ങനെ ഒന്നും പറയണ്ട, നിനക്ക് എന്താണോ തോന്നുന്നത് അതങ്ങ് പറ. ചട്ടത്തരം. അങ്ങനെ അപ്പൊ ഈ ബൈബിള് വായിച്ചാലേ ഒരു സംഭവം ഉണ്ട്. അതായത് യേശു മറ്റേ ദേവാലയത്തില് പ്രാർത്ഥിക്കാൻ പോകുന്ന സമയത്തേ കുറെ നാണയം വിൽക്കുന്നവരും പ്രാവിനെ വിൽക്കുന്നവരോ അങ്ങനെയുള്ള കുറെ കച്ചവടക്കാരെ കാണുമ്പം യേശു ചാട്ടവാറെടുത്തിട്ട് അവരെയൊക്കെ അടിച്ചോടിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. എൻ്റെ ആലയം അശുദ്ധമാക്കി, അപ്പൊ ഞാൻ അവരെ പുറത്താക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുറച്ച് ഒരു ഇതുണ്ട്, ബൈബിൾ ഇതുണ്ട്. അപ്പോ ഈ മറ്റേ അതായത് നാണയ വിൽപ്പനക്കാരെയൊക്കെ അടിച്ചോടിക്കും യേശു. പക്ഷെ ധ്യാനം നടക്കുന്നത് അല്ലെങ്കിൽ ധ്യാനത്തിന് ചെന്ന കുട്ടി എന്ന് പറഞ്ഞാൽ എന്തായാലും ദൈവമായിട്ട് ബന്ധമുള്ള ഒരു സ്ഥലത്തായിരിക്കുമല്ലോ ചെന്നിട്ടുണ്ടാവുക. എന്തായാലും പള്ളിയിലോ അല്ലെങ്കിൽ പള്ളിയിലായിരിക്കുമല്ലോ ധ്യാനത്തിന് പോയിട്ടുണ്ടാവുക. അപ്പം ദൈവത്തിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളെ പോലും ദൈവത്തിന് സംരക്ഷിക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ പീഡനം കഴിഞ്ഞ് രക്ഷിക്കാന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ വെയിറ്റ് ചെയ്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഒരു നോർമൽ മനുഷ്യന്റെ ഉണ്ടല്ലോ സാക്രിഫൈസാ ശരിക്കും പറഞ്ഞാൽ ഈ പൗരോഹിത്യം എന്നൊക്കെ പറയുന്ന സാധനം. എന്ത് സാക്രിഫൈസാ? സെക്ഷുവൽ സാക്രിഫൈസാ. അതായത് ഇപ്പോൾ ഒരു നോർമൽ മനുഷ്യനായിട്ട് ജീവിക്കേണ്ട ഒരു സമയത്ത് ഈ ജീവിക്കുന്ന ഒരാൾക്കുള്ള എല്ലാ വികാരങ്ങളും ഈ പറയുന്ന അച്ഛന്മാർക്കും ഉണ്ട്. കാരണം ഇവരിനി എത്ര മറ്റേ ബൈബിൾ പഠിച്ചാലും എത്ര ഇത് മറ്റേ എന്താ ദൈവികമായ കാര്യങ്ങളിൽ എടുത്താലുണ്ടല്ലോ ഈ ഹോർമോൺസ് ഒക്കെ അവർ നോർമൽ അതായത് സ്ട്രെയിറ്റ് ആണെങ്കിൽ അതായത് അവരുടെ ജെൻഡർ സ്ട്രെയിറ്റ് ആണെങ്കിൽ അതായത് ഓറിയന്റേഷൻ സ്ട്രെയിറ്റ് ആണെങ്കിൽ അവർക്ക് എന്തായാലും ഈ സംഭവങ്ങളൊക്കെ എല്ലാവരെ പോലും വരും. അപ്പോൾ അത് പിടിച്ചു വെക്കാന്നുള്ള സംഭവം തന്നെ ഭയങ്കര കഷ്ടപ്പാടാണ്. അത് പിന്നെ ഇവരൊരു ത്യാഗവും യേശു എന്തായിരുന്നു യേശുവിന്റെ പ്രതിപുരുഷന്മാരാണല്ലോ. അപ്പൊ അതുകൊണ്ട് അതിനെ ഫോളോ ചെയ്ത് അല്ലാത്ത അച്ഛന്മാരുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടായ അച്ഛൻ എന്തായാലും പെണ്ണ് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പെണ്ണ് കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പെണ്ണ് കിട്ടുന്ന അച്ഛന്മാരുണ്ടല്ലോ. അപ്പോൾ അപ്പോൾ ഈ ഒന്നെങ്കിൽ എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനത്തെ ഫസ്ട്രേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാണ്ടല്ലോ ഈ പിന്നെ വല്ല പൈസ കൊടുത്തുള്ള വല്ല സ്ഥലത്തും ആരും അറിയാതെ പോയി ഇത് തീർത്തിട്ട് വരിക. എന്നിട്ട് അച്ഛനായി തന്നെ ആ വിശുദ്ധിയിലും തുടർന്നുകൊണ്ട് മറ്റേ ഒരു കുമ്പസാരിപ്പിക്കുകയോ കുർബാന കൊടുക്കുകയോ എന്തോ ചെയ്തോട്ടെ. അത് വേറെ ആൾക്കാരെ സാധാരണക്കാരെ ഉപദ്രവിക്കുന്നില്ല കാര്യത്തില്. അതായത് ഇങ്ങനെ ഇതിനു വേണ്ടിയുള്ള സ്ഥലങ്ങളുണ്ടല്ലോ അവിടെ പോയി ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ ഈ മറ്റേ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം പറയും ഒരച്ഛൻ ചെയ്തുകൊണ്ട് ബാക്കി എല്ലാ അച്ഛന്മാരെയും ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരും. പക്ഷേ ഞാൻ പറയുവാണെങ്കിൽ ഇങ്ങനെ സാക്രിഫൈസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടല്ലോ. അത് ഒരു ഇപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അവന് 13 വർഷം 12 വർഷം കൊണ്ട് അച്ഛനാൻ പഠിക്കണ്ടേ. അതിൽ 13 അച്ഛനാകുന്നതിന് കുറച്ച് ദിവസം മുമ്പ് വരെ ഇവർക്ക് ചോയ്സ് ഉണ്ട്. അതായത് എനിക്ക് അച്ഛനാവണ്ട എന്ന് വെച്ചാൽ അങ്ങനെ പോകാണ്ട് അവൻ അങ്ങനെ തിരിച്ചു വന്നു. അപ്പോൾ മെൻ്റലി അവൻ അത്ര പ്രിപ്പയർഡല്ല. അപ്പോൾ അങ്ങനെയുള്ളവർ ഇപ്പോൾ ഈ അച്ഛനായി കഴിഞ്ഞാലും അയ്യോ എനിക്കിത് ഈ പരിപാടി പറ്റില്ല, എനിക്ക് എനിക്ക് എൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കുക. ഈ വികാരങ്ങൾ നിയന്ത്രിക്കാൻ ചെയ്യാൻ ഞാൻ ഒരിക്കലും പറയുന്നില്ല കേട്ടോ. എനിക്ക് ഈ വികാരങ്ങളെ ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റെ വികാരങ്ങളെ എവിടെയെങ്കിലുമൊക്കെ പ്രകടിപ്പിക്കണം, അല്ലെങ്കിൽ എനിക്ക് അതിനുള്ളൊരു പ്ലേസ് വേണമെന്നുണ്ടെങ്കിൽ ഈ സാധനം അഴിച്ചു കളഞ്ഞിട്ട് അടുത്ത പരിപാടിക്ക് പിടിക്കുക. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഈ ബാക്കിയുള്ള ഈ അച്ഛന്മാരെ അല്ലെങ്കിൽ ബാക്കിയുള്ള ഈ ആത്മായരോ അങ്ങനെ കണ്ടോ അങ്ങനെ ആൾക്കാരെ ഈ ആത്മായർ ആ ആൾക്കാരെ നമ്മൾ കുറ്റപ്പെടുത്തേണ്ട കാര്യം വരുന്നില്ല. അപ്പം അല്ലാത്ത ദോഷം ഇപ്പം ഞാൻ പറയട്ടെ, കുറ്റപ്പെടുന്ന കാര്യം പറയുമ്പോൾ തിരിച്ച് ചിന്തിക്കണം. എത്രയോ ധ്യാനത്തിനും എത്രയോ മറ്റേ ഇവരുടെ തന്നെ എത്രയോ യൂട്യൂബ് ചാനലിൽ ഞാൻ കണ്ടേക്കുന്നു അച്ഛന്മാർ വന്നിട്ട് ഇങ്ങനെ പറയുന്നു. അതായത് പെൺകുട്ടികൾ കൈയില്ലാത്ത ഡ്രസ്സുമിട്ട് യേശുവിനെ കാണാൻ വന്നു, അല്ലെങ്കിൽ ആൺകുട്ടികൾ മുടി വളർത്തിക്കൊണ്ട് വന്നു, എല്ലാ അതുങ്ങളും അപരാധിച്ച് നടക്കുകയാണെന്ന് പറയുന്ന എത്ര വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ ഇവർ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇവർക്കെതിരെ വിമർശനം ഉണ്ടാവും. അതെനിക്ക് പറയാനുള്ളതിനെ പറ്റി.